മറ്റൊരു സന്തോഷം, ഞാൻ ആദ്യമായിട്ട് തമിഴിൽ ചെയ്ത ഡിഷും എന്ന ചിത്രം. പക്ര തന്നെയാണ് കേട്ടോ അത്. അതെ, അങ്ങനെ തമിഴ്നാടിൻ്റെ പ്രത്യേക പുരസ്കാരം ഇതിലൂടെ നേടി. ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ പുരസ്കാരം മാത്രമൊന്നുമല്ല, 2 വർഷത്തെ പുരസ്കാരം ഒന്നിച്ചു കൊടുക്കുകയാണ്. 2005-ലും 2006-ലും. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം അല്ല ആഗ്രഹങ്ങളൊന്നാണ് രജനി സാറിനെയൊക്കെ ഒന്ന് കാണുക എന്നുള്ളത്. പക്ഷേ തമിഴ് സിനിമാ ലോകം മുഴുവൻ നോക്കി നിൽക്കുന്ന ഒരു വേദിയിൽ വെച്ച് രജനി സാറും കമൽ സാറും കരുണാനിധി സാറിൻ്റെയും കയ്യിൽ നിന്ന് ഒരു അവാർഡ്, 5 പവൻ്റെ ഒരു മെഡൽ, സ്വർണ്ണ മെഡൽ, അത് വാങ്ങാൻ പറ്റുക. അത് മാത്രമല്ല, വിജയ്, സൂര്യ തുടങ്ങി എല്ലാ സൂപ്പർ സ്റ്റാർസും എല്ലാവരും ആ വേദിയിലുണ്ട്. ഇവരുടെയൊക്കെ ഒരു കൗതുകം, ഒരു ഫുൾ ഫോക്കസ് എന്നിലേക്ക് വന്നു. കാരണം ഈ പടത്തിൻ്റെ ഇതുപോലെ തന്നെ ഒരു ക്ലിപ്പ് ഇട്ടിട്ടാണ് എന്നെ വിളിക്കുന്നത്. ആ സാധനം, ആ ഒരു മുഹൂർത്തം എനിക്ക് ഈ പറഞ്ഞ പോലെ തന്നെ. ഇപ്പം ഇനി എന്നോട് ചോദിച്ച ചോദ്യത്തിനും വേണമെങ്കിൽ ഉത്തരമായിട്ട് പറയാവുന്നതാണ്. സന്തോഷം അനുഭവിച്ചു. തമിഴ് സിനിമാ ലോകം ഒന്നടങ്കം അവിടെ ഈ പക്രു എന്നുള്ള കലാകാരനെ കാണാനുണ്ടായിരുന്നു. ഞാൻ ആഗ്രഹിച്ചു. അത് ഒരു വലിയ സന്തോഷമായിരുന്നു. അതിനുശേഷം ഇറങ്ങിയപ്പോൾ എന്തോ വടിവേലു എന്ന് ചെവിയിലെന്നോ പറഞ്ഞാരോ പറഞ്ഞു. അത് അദ്ദേഹം പറഞ്ഞത്, കരുണാനിധി സാർ ഒരു ചെയറിൽ ഇരുന്നിട്ട് എല്ലാവരുടെയും കഴുത്തിലേക്ക് മാല ഇട്ട് കൊടുക്കുക, ഇങ്ങനെ ഇട്ടിട്ട്. അപ്പോൾ രജനി സാർ ഉൾപ്പെടെയുള്ളവർക്ക് അവാർഡുണ്ട്. എല്ലാവരും വന്നു, മുട്ടുകുത്തി നിന്നു, അവാർഡിട്ടു, മാലയിട്ടു, അങ്ങനെ എല്ലാവരും. എല്ലാം കഴിഞ്ഞാണ് എന്നെ വിളിച്ചത്. വിളിച്ച സമയത്ത് നമ്മൾ വന്ന് കേരളത്തിന് വേണ്ടി നിവർന്ന് നിന്ന്. അപ്പോൾ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കിന് അദ്ദേഹം പറഞ്ഞു, ഈ അവാർഡ് നൈറ്റിൽ നടു നിവർത്തി നിന്ന് അവാർഡ് മേടിച്ച ഒരേ ഒരാൾ നിങ്ങൾ താൻ പറഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്പോട്ടിൽ വന്നൊരു കോമഡിയാണ്. പക്ഷേ പക്രു ഇന്നേ വരെ ഒരാളുടെ മുമ്പിൽ കുനിഞ്ഞിട്ടില്ല. ഉണ്ടോ? എൻ്റെ മോളുടെ മുമ്പിൽ ഞാൻ കുനിഞ്ഞിട്ട്. അവളുടെ ഓരോ സ്റ്റേജും കുനിഞ്ഞു വന്ന് ഇപ്പം നമ്മൾ അത്യാവശ്യം ലുക്കും മേളിലോട്ടായി തുടങ്ങിയിട്ടുണ്ട്. എന്നേക്കാൾ ഉയരത്തിലായിട്ടുണ്ട് അവൾ. ഇപ്പം LKG പഠിക്കുന്നു. ബഹദൂറിൻ്റെ ഉപദേശം പക്രു ജീവിതത്തിൽ പ്രാബല്യത്തിൽ വരുത്തി. അദ്ദേഹത്തിൻ്റെ ഉപദേശം കൊണ്ട് മാത്രമല്ല, ഞാനും നേരത്തെ തന്നെ ആലോചിച്ച് തീരുമാനിച്ചതാണ്, നമ്മൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഉയരമുള്ള ഒരു പെണ്ണിനെ തന്നെ കെട്ടണം. എന്തായിരുന്നു അതിൻ്റെ ഒരു കെമിസ്ട്രി? അത് പറയാൻ കാരണം അതിൻ്റെ കെമിസ്ട്രി വേറൊന്നുമില്ല. ഒരു സിനിമ കണ്ടു, മേള എന്ന് പറയുന്ന സിനിമ. ആ സിനിമ കണ്ടപ്പോൾ ഈ സംശയാലുവായിട്ടുള്ളൊരു ഭർത്താവ്, അയാളുടെ ജീവിതത്തിലേക്ക് അവസാനം അങ്ങനെ പോവുക. ഗംഭീര സിനിമയാണ്. നമ്മുടെ മമ്മൂക്ക അഭിനയിച്ച ആദ്യത്തെ സിനിമ, KG ജോർജ് സാർ. സംവിധാനത്തെ ഒന്നുമല്ല, പക്ഷേ അതിലെ ആ സീക്വൻസ്, അല്ലെ ആ ക്യാരക്ടർ പൊക്കം കുറഞ്ഞ ആൾക്കാർക്കൊക്കെ ഭയങ്കര, അതായത് കുടുംബക്കാരൊക്കെ വിചാരിച്ച് ഈ പൊക്കം കുറഞ്ഞ ഇവന്മാരെല്ലാം ഇങ്ങനത്തെ ആൾക്കാരായിരിക്കും, സംശയക്കാരായിരിക്കും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ചിലരും ഈ സുഹൃത്തുക്കൾ പലരും വന്ന് പറഞ്ഞിട്ടുണ്ട്, വിവാഹത്തിന് വേണ്ടി വലിയ പെൺകുട്ടികളെ ആലോചിക്കുമ്പോൾ അവർക്ക് പേടിയാണ് ഈ ഇതിലേക്ക് വിടാൻ എന്നൊക്കെയുള്ള രീതിയിൽ. ആ ഇമേജൊക്കെ മാറ്റിയെടുത്തത് അത്ഭുതദീപമാണ്. പക്ഷെ ഞാൻ ഉറപ്പിച്ചതെന്ന് പറഞ്ഞാൽ ഉയരമുള്ളൊരു പെൺകുട്ടിയെ വേണം. അത് വളരെ മുമ്പ് തന്നെയുള്ളൊരു നിശ്ചയദാർഢ്യമാണ്. അത് പ്രണയ വിവാഹത്തിലൂടെയാണെങ്കിൽ അതായിരിക്കും സാധ്യത. പക്ഷെ ഒരു എന്താ പറയുന്ന, എല്ലാവരും കൂടെ ആലോചിച്ച്, കുടുംബക്കാരെല്ലാവരും കൂടെ ആലോചിച്ചിരുന്ന് ഒരു കല്യാണമൊക്കെ നടക്കുന്നുള്ള ഒരു ഇതൊന്നുമില്ല. അവിടെയും അമ്മയാണ് ഇടപെട്ടത്. വിവാഹം കഴിപ്പിക്കണമെന്നും അതൊരു നല്ല വലിയൊരു കുട്ടിയായിരിക്കണം എന്നൊക്കെ അമ്മയുടെ ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്ത് ഇറങ്ങിയതും ഞാൻ പലപ്പോഴും പിന്നീടാണ് അറിഞ്ഞിട്ടുള്ളത്. അമ്മ പലരുടെ അടുത്ത് സംസാരിച്ചിട്ട് പോലും ഉണ്ടായിരുന്നു. പക്രു പെണ്ണ് കാണാൻ പോവുകയാണോ? എങ്ങനെയായിരുന്നു പക്രു? മനസ്സിങ്ങനെ ഇടിക്കായിരുന്നു. ഞാൻ പോയില്ല പെണ്ണ് കാണാൻ. ആദ്യം പോയില്ല. അച്ഛനെയും അമ്മയും പെങ്ങന്മാരെയും അളിയന്മാരെയും എല്ലാവരെയും കൂടെ പോയി വിട്ടിട്ട് ഞാൻ ഇവരെല്ലാവരും എല്ലാം ഒന്ന് കണ്ട് മനസ്സിലാക്കട്ടെ, എന്നിട്ട് ഇവർക്ക് ഓക്കെ എന്ന് തോന്നുവാണെങ്കിൽ രണ്ടാമത് മതി ഞാൻ പോകുന്നു. പിന്നെ ഇതിനകത്ത് എത്രത്തോളം സത്യസന്ധതയുണ്ട്, എന്താണ് കാര്യം എന്നുള്ളതൊന്ന് അറിയണമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ്. കാരണം ഇനി ഏത് സാഹചര്യത്തിലാണ് എന്ന് നമുക്കറിയാനുള്ള ഒരു, ആ പെൺകുട്ടി ഏത് സാഹചര്യത്തിലാണ് ഈ വിവാഹത്തിന് സമ്മതിക്കുന്നത് എന്നുള്ളതറിയണം. പൂർണ്ണ മനസ്സോടെയാണോ, ഇഷ്ടപ്പെട്ടിട്ടാണോ, ഇനി അങ്ങോട്ടുള്ള ഒരു ലൈഫെന്ന് പറയുന്നത് എന്നോടൊപ്പം ആയിരിക്കും. അവർ ചെന്നു, കണ്ടു, ഇഷ്ടപ്പെട്ടു. അവരുടെ കുടുംബമൊക്കെ ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ല ചുറ്റുപാട്, നല്ല കുടുംബക്കാർ. പിന്നീട്
ആണ് നമ്മുടെ രംഗപ്രവേശം. അതെങ്ങനെയായിരുന്നു പക്രു? അത് പെട്ടെന്നായിരുന്നു, എല്ലാം പെട്ടെന്നൊന്നും പറയുന്നില്ലേ. അങ്ങോട്ട് ചെല്ലുന്നു, കല്യാണം കഴിക്കുന്നു എന്ന് പറയുന്നത്. ചെന്ന് കണ്ടു, ഒരു 1.5 മണിക്കൂർ സംസാരിച്ചു. 1.5 മണിക്കൂർ പെൺകുട്ടിയായിട്ട്? ഞാൻ ആദ്യമായിട്ടായിരിക്കും പെണ്ണ് കാണാൻ പോകുന്ന ഒരാൾ 1.5 മണിക്കൂർ സംസാരിക്കുന്നു. ഇപ്പോൾ ഓർക്കുന്നുണ്ട്, അത്രയൊന്നും വേണ്ടായിരുന്നു. റിഹേഴ്സൽ നടത്തിയിരുന്നോ? റിഹേഴ്സലൊന്നുമില്ല സാർ, കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ കൂടുതലും എൻ്റെ നെഗറ്റീവ്സ് ആയിരുന്നു, പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞ മുഴുവൻ. പക്ഷെ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ പിന്നീട് ഒരു പ്രശ്നമില്ല എന്നുള്ളത് മനസ്സിലായി. എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞു. നമ്മുടെ കുറവുകളെല്ലാം പറഞ്ഞു. ഇനി വേണമെങ്കിൽ നിനക്ക് ഈ ആലോചനയുമായിട്ട് മുമ്പോട്ട് പോവാം. ഞാനോ ആരോ നിർബന്ധിക്കുന്നില്ല. ഇല്ല. ഇനി ഞാനൊരു കാര്യവും രഹസ്യമാക്കി വെച്ചു എന്ന് നാളെ നീ പരാതിപ്പെടരുത്. ഇനി ആരെങ്കിലും പറഞ്ഞു കൊടുക്കാത്ത എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അതും ഞാൻ പറഞ്ഞു കൊടുത്തു. ഇന്ന പ്രശ്നങ്ങളുണ്ടാവും. ഓക്കെ ആണെങ്കിൽ ഉടനെ നമുക്ക് കല്യാണം കഴിക്കാം. ഓക്കെ പറഞ്ഞു. അത് മാത്രമല്ല, അത്ര വലിയ കാര്യമായിട്ട് ചിന്തിക്കേണ്ട കാര്യമൊന്നും ഇതിലില്ല എന്ന് പിന്നീട് മനസ്സിലായി. കാരണം ഇപ്പം ഞങ്ങൾ ജീവിക്കുന്നത് സാധാരണക്കാരനായിട്ട് നോർമലായിട്ടുള്ള ഒരാൾ ജീവിക്കുന്ന എല്ലാ സൗകര്യങ്ങളും സന്തോഷത്തോടും കൂടിയിട്ടാണ്. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഒരു പക്ഷേ എന്തെങ്കിലും ഈ പെൺകുട്ടി ഇങ്ങനെ തയ്യാറായപ്പോൾ ഞാനൊരു വളരെ പേഴ്സണലായിട്ട് ചോദ്യം ചോദിച്ചാണ്. ഒരു പക്ഷേ പക്രുവിൻ്റെ മനസ്സിനെ അലട്ടിയിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ സിനിമയുടെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു പോയി, മേള ഒക്കെ പറഞ്ഞു പോയി. പക്ഷെ എങ്കിൽ പോലും ഈ പെൺകുട്ടി ഇവിടെ പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാകും. അപ്പോൾ ഇങ്ങനെ പക്രുവിനെപ്പോഴൊരാളെയാണോ നീ ഭർത്താവായി സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞ് ഒരു പക്ഷേ ഇവളുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്നവരുണ്ടാകാം. എന്തൊക്കെ ചിന്തിച്ചോ പക്രു? അതെല്ലാം ചോദിച്ചു, ഞാൻ ചോദിച്ചിട്ടുണ്ട്, ചിന്തിച്ചിട്ടുണ്ട്. എന്താണ് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാനുള്ള കാരണം? പക്രുവിനെ വിവാഹം കഴിക്കാൻ വേണ്ടി അവരുടെ ഭാഗത്തുനിന്നും പറഞ്ഞ യുക്തി എന്തായിരുന്നു? യുക്തി ഇഷ്ടമാണ്. അതിനകത്ത് കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ മറ്റൊരു കാര്യം, ഈ പെൺകുട്ടി കാണുന്നത് അതേപോലെ തന്നെയാണ് അവരുടെ കുടുംബക്കാരും കാണുന്നത്. അവിടെ ഷോക്കായിപ്പോയി ഞാൻ. അതിനകത്ത് മറ്റേ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു അസ്വാഭാവികത അവരും കണ്ടില്ല എന്നുള്ളത്. അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചപ്പോൾ മനസ്സിലായത് മനസ്സിൻ്റെ ഒരു അനൈക്യമാണ്. മനസ്സുകൾ തമ്മിലുള്ള പൊരുത്തമാണ് ഏറ്റവും കൂടുതൽ വേണ്ടതെന്ന് എനിക്ക് ഇത്രയും കാലം കൊണ്ട് എനിക്ക് മനസ്സിലായി എന്നുള്ളതാണ്. ഇനി അങ്ങോട്ട് എന്ത് എന്നുള്ളത് ഒരു ചോദ്യമായിട്ട് അങ്ങനെ നിൽക്കുന്നു. മനുഷ്യന്മാരാണ്, നമുക്കൊന്നും പ്രവചിക്കാൻ കഴിയില്ല. പക്ഷേ ഇത്രയും നാളത്തെ ഇത് വെച്ച് എനിക്ക് ഈ JB ജംഗ്ഷൻ വരെ വന്ന് നിന്നപ്പോൾ ഞാൻ എൻ്റെ കുടുംബജീവിതത്തെ കാണുമ്പോൾ പുറത്തുനിന്ന് നോക്കുന്നവർക്കൊക്കെ അസ്വാഭാവികത ഉണ്ടെങ്കിലും വളരെ നാച്ചുറലായി, വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട്, വളരെ ഹാപ്പി ആയിട്ട് ഏതൊരാളുടെയും വലിയ ആളുടെയും കുടുംബത്തിലുണ്ടാകുന്ന സന്തോഷം അല്ല അതിനേക്കാൾ ഒരു പടി കൂടുതൽ ഞങ്ങൾ വളരെ ഹാപ്പിയായിട്ട് ജീവിക്കും. ഇതിനിടയിൽ എനിക്കിട്ടൊരടി കിട്ടി വിവാഹം കഴിഞ്ഞിട്ട്. ഞാൻ ഒരുപാട് സന്തോഷിച്ചാണ്, ഞാനും എൻ്റെ വൈഫും. അടുത്തൊരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു എന്ന് ആദ്യമായിട്ട് കേട്ടപ്പോൾ. കല്യാണം കഴിഞ്ഞ് ഒരു 3 മാസം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഗർഭിണിയാണെന്ന്. അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം, ലോകം മുഴുവൻ കീഴടക്കിയൊരു സന്തോഷമായിരുന്നു എനിക്ക്. ഈ അവാർഡുകളൊക്കെ കിട്ടിയതിനേക്കാൾ കൂടുതൽ വലിയ സന്തോഷമായിരുന്നു. ആ കുട്ടി ജനിച്ച് 15 ദിവസം കഴിഞ്ഞപ്പോൾ മരിച്ചുപോയി. പക്രുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം ഒരു പക്ഷേ തീർച്ചയായിട്ടും അതൊരടിയായിരുന്നു. പക്രു ആശുപത്രി കിടക്കയിൽ തന്നെയായിരുന്നു. ആശുപത്രി കിടക്കയല്ല, വെളുപ്പിനെ 3 മണിക്കും 2 മണിക്കും ഒക്കെ നമ്മൾ ഈ ഭിക്ഷക്കാരെ പോലെ ഈ ഹോസ്പിറ്റലിൻ്റെ മറ്റേ ICUവിൻ്റെ മുന്നിൽ നിൽക്കുന്നൊരവസ്ഥയുണ്ടല്ലോ, എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. താരജാടയും ഈ പ്രൗഢിയും മറ്റത് ഈ പറയുന്നത് പോലെ സിനിമാ നടൻ എന്നൊക്കെ ഉള്ള കലാകാരൻ എന്നുള്ളതല്ല, നമ്മൾ ജീവിതത്തിൽ എത്രത്തോളം താഴെയാണ് എന്ന് നമ്മളെ ഒരു നിമിഷം ചിന്തിപ്പിക്കുന്ന ചില മുഹൂർത്തങ്ങൾ, ചില നിമിഷങ്ങൾ, അതൊക്കെ അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഓരോ തവണയും വിളിപ്പിക്കും, ചെറിയ ഇതുണ്ട്, കുഴപ്പമാണ്, അങ്ങനെ ഓരോ രാത്രികൾ ഉറക്കളച്ച്. ആ സമയത്ത് ഞാനും എൻ്റെ വൈഫിൻ്റെ അച്ഛനും ഉണ്ട്, ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് പോയി നിൽക്കുന്നത്. ചില സമയത്ത് അമ്മമാരെല്ലാം തകർന്നു പോയി, വിഷമായിപ്പോയി അവർക്കൊക്കെ. പക്രു, മനുഷ്യൻ്റെ ഒരു വ്യർത്ഥത ജീവിതത്തിൽ ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലായി. അതും ഞങ്ങൾ അതിജീവിച്ചു, ഞാനല്ല, ഞാനും എൻ്റെ വൈഫും. പക്ഷെ പക്രു പൊട്ടിക്കരഞ്ഞു പോയി. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞിട്ട് ടിനി ഉൾപ്പെടെയുള്ള എൻ്റെ സുഹൃത്ത് പിടിച്ച പ്രോഗ്രാമിന് സ്റ്റേജിൽ
ഞാൻ നിന്ന് മിമിക്രി കാണിക്കുക. എൻ്റെ മോൾ ഇതുപോലെ ഹോസ്പിറ്റലിൽ വളരെ സീരിയസ് ആയിട്ട് കിടക്കുന്ന സമയത്ത് ഞാൻ സ്റ്റേജിൽ നിന്ന് ഷോ ചെയ്തിട്ടുണ്ട്, മിമിക്രി കോമഡി കാണിച്ചിട്ടുണ്ട്. ആ സമയത്ത് എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് എന്നെ ഒന്നും ഓർമ്മിപ്പിക്കുന്നില്ല. ആ ഐറ്റം കഴിഞ്ഞ് സ്റ്റേജിൻ്റെ ബാക്കിൽ വരുമ്പോൾ എൻ്റെ മനസ്സ് പെട്ടെന്ന് കിടന്ന് ഇങ്ങനെ പടച്ചുകൊണ്ടിരിക്കും, ടെൻഷൻ. പക്ഷെ പക്രുവിനെ അങ്ങനെ ഒരു ദുരന്തത്തിനും തളർത്താൻ കഴിയുന്ന ആളല്ല. പക്രു അതൊക്കെ അതിജീവിച്ചു. അതൊരു അങ്ങനെ പക്രുവിന് ഒരു കുഞ്ഞു കൂടി ജനിച്ചു. അതെ, മോളുടെ പേര് ദീപ്തകീർത്തി. ആ കുഞ്ഞ് പക്രുവിനേക്കാളും വലുതായിപ്പോൾ. അതെ, ഒരുപക്ഷെ പക്രു ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കിയിട്ടുള്ളത് ഈ ജംഗ്ഷനിൽ വെച്ച് പറയാം ആ കുട്ടിയുടെ ഉയരമായിരിക്കും. തീർച്ചയായിട്ടും. ഒരു മിന്നൽ പോലെ ഇതാ ഉയരം കൂടിയിരിക്കുന്നു അതെ. മോൾക്ക്. ഇത് ഒരു 6 മാസം മുമ്പുള്ള ഫോട്ടോ. ഇപ്പം ഇതിനും പെൺകുട്ടികളല്ലേ, പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ നോക്കിയാൽ മതി, അങ്ങനെ ആവും. പന പോലെ വളരും പക്രു. ഒരുപക്ഷെ പക്രുവിൻ്റെ അമ്മയ്ക്കുണ്ടായിട്ടുള്ള ഒരു വെള്ളിടി പക്രുവിന് ഉണ്ടാകരുതെന്ന് പക്രുവിന് ഉറപ്പായിരുന്നു. പക്രു പക്ഷേ മോള് വളർന്നു വരുമ്പോൾ തന്നെ പക്രു ശ്രദ്ധിച്ചിരുന്നു അല്ലേ? ശ്രദ്ധിച്ചിരുന്നു. അതുപോലെ തന്നെ അതിന് കുറച്ച് സാങ്കേതികമായിട്ടുള്ള കുറേ കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചു. എൻ്റെ ഈ പ്രശ്നം ഉണ്ടായതാണോ? സയൻസിൻ്റെ ലോകത്തിലേക്ക് പക്രു പോയി എല്ലാം പഠിച്ചു, ഒരുപാട് ഡോക്ടർമാരോട് സംസാരിച്ചു. എന്നെ തന്നെ ഞാൻ എക്സ്പെരിമെൻ്റ് ആയിട്ട് കൊടുത്തിട്ട് ഗർഭസ്ഥാവസ്ഥയിലിരിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കി ആ കുട്ടിക്ക് നോർമലാണ് എന്ന്. ഓ, അത് ഗംഭീരമായി. അതുകൊണ്ട് തന്നെ പക്രുവിന് വലിയ ആശങ്കകൾ ഉണ്ടായില്ല. അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് പറയുന്നത് അത് തന്നെയാണ്, അതിനുള്ള ഒരു സൗകര്യം ഇന്നുണ്ട്. വൈദ്യശാസ്ത്രം വളരെ നോർമലായൊരു കുട്ടിയാണ് ജനിക്കാൻ പോകുന്നുള്ള വിവരം നൽകിയിരുന്നെങ്കിൽ പോലും ടെൻഷൻ ഉണ്ടായി. അതുണ്ടാവും സാർ, ഒരിക്കലും ഇല്ലെന്ന് പറയാൻ പറ്റില്ല. എല്ലാവർക്കും ഉണ്ടാവും. ബിഗ് ഫാദർ എന്ന ചിത്രത്തിൽ മറ്റേ ഈ ക്യാരക്ടർ എടുത്തിട്ട് ഇങ്ങനെ അളന്ന് നോക്കുന്നത് പോലെ ഞാൻ ടേപ്പ് വെച്ച് അളന്നില്ലെങ്കിലും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് അളന്നുകൊണ്ടായിരുന്നു. ആരും കാണാത്തപ്പോൾ മോളിനെ അളന്നുകൊണ്ടിരുന്നു. അത് ഞാൻ അവിടെ അടുത്ത് ചെല്ലുമ്പോൾ എനിക്ക് അളവ് അറിയാം. കാരണം നമ്മുടെ ഒരു അളവ് ഫിക്സഡാണ്. ഭാര്യയ്ക്ക് ആശങ്കയുണ്ടായിരുന്നു. ഉണ്ടാവാം. പക്ഷെ ഭാര്യയ്ക്ക് ഈ പറഞ്ഞ പോലെ എല്ലാ തരത്തിലും എന്നെ ഉൾക്കൊണ്ടതുകൊണ്ട് എങ്ങനെയുള്ള ഒരു കുട്ടിയായാലും അതിനെയും പൊന്നുപോലെ നോക്കാനുള്ളൊരു വലിയ മനസ്സോടുകൂടിയാണ് വരുന്നത്. മോൾക്ക് കലാവാസന എല്ലാം കിട്ടിയിട്ടുണ്ടോ? മോളിപ്പോൾ ഇതുവരെ അങ്ങനെ നന്നായിട്ട് ഇപ്പോൾ അവൾ വരച്ചു തുടങ്ങി. കളറിങ് ഇഷ്ടമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ പ്രോഗ്രാംസും സിനിമയൊക്കെ കാണുമ്പോഴും പക്രുവിൻ്റെ സിനിമയെ കാണുമ്പോൾ എന്താ മോള് വിചാരിക്കുന്നത്? ഭയങ്കര ഇഷ്ടമാണ്. ഈ പറഞ്ഞ പോലെ തന്നെ അച്ഛാന്ന് പറഞ്ഞ് നോക്കിയിരിക്കും. അത് ആദ്യം തൊട്ട് ഒരു വയസ്സ് തൊട്ട് ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ ഷൂട്ടിങ്ങിന് പോകുന്ന അവളെ കൊണ്ടുപോകാത്തതിലുള്ള വിഷമമുള്ളൂ. അതെ. അങ്ങനെ പക്രു മകളുടെ മനസ്സിൽ ഒരു വീരനായകൻ എന്ന് പറയാനും പറ്റില്ല. ചില സമയത്ത് അവളുടെ കൂടെ അവളുടെ കാരണം അവളെക്കാൾ ചെറുതാണല്ലോ, അപ്പോൾ അവളുടെ കൂടെ കളിക്കുന്ന ഒരാളായിട്ട് പോലും പക്രുവിൻ്റെ അച്ഛനെ മാറ്റുന്നുണ്ട്. അപ്പോൾ അവൾക്ക് 2 ഗുണമുണ്ട്, കളിക്കൂട്ടുകാരനുമാണ് അച്ഛനുമാണ്. പക്രു മറ്റുള്ളവർക്കൊന്നും അങ്ങനെ സവിശേഷത കിട്ടാറില്ല. ഇല്ല, അതൊരു ഭയങ്കര സന്തോഷിക്കാൻ പറ്റും. കാരണം കൂടെ ഉള്ള ആൾക്കാരോട് വന്ന് പറയുന്ന ചില തമാശകളൊക്കെ ഉണ്ട്. അതായത് എനിക്ക് തോന്നുന്നത് എന്നെ നഴ്സറി കൊണ്ടിരുത്തിയിട്ട് അവളെ അമ്മയായിട്ട് തിരിച്ചു പോകും. കഞ്ഞിയും കറിയും വെക്കാൻ വേണ്ടി. അതെ, ഞാൻ കുട്ടിയാണ്, എന്നെ നഴ്സറി കൊണ്ടിരുത്തും, എന്നിട്ട് പുള്ളിക്കാരി പോവുക, അമ്മയെ പോരാട്ടോ മോൻ അടങ്ങിയിരിക്കും എന്ന് പറയുന്ന പോലെയുള്ള. ഇതൊക്കെ ഒരു വലിയ ഭാഗ്യമല്ലേ? അതെ, വലിയ ഭാഗ്യം.